ഹായ് ഓൾ, ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് സൈക്കോളജിയുടെ നെക്സ്റ്റ് ചാപ്റ്ററാണ്. 11th ചാപ്റ്ററായ ബിഹേവിയർ പ്രോബ്ലം ഓഫ് ചിൽഡ്രൻ എന്ന മൊഡ്യൂളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം ബിഹേവിയർ പ്രോബ്ലം, കുട്ടികളുടെ ബിഹേവിയർ ഏത് രീതിയിലാണ്, അത് ചില ക്ലാസ്സുകളിലൊക്കെ ചിലപ്പോൾ അറിയാം കുട്ടികളുടെ ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ ബിഹേവിയർ എന്ന് പറയുന്നത് വളരെ മോശമായ രീതിയിലായിരിക്കും. ചിലർ ഭയങ്കര ദേഷ്യമുള്ളവരായിരിക്കും, ചിലർ കാം ആൻഡ് ക്വയറ്റ് ആയിരിക്കും, ചിലർ എന്താ പറയേണ്ടത് ഭയങ്കര അഗ്രസീവായിരിക്കും. അങ്ങനെ പല രീതിയിലായിരിക്കും കുട്ടികളുടെ ബിഹേവിയർ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതിനെല്ലാം പറ്റിയിട്ടാണ്. ഓക്കെ, അപ്പം എങ്ങനെയാണ് കുട്ടിയുടെ ബിഹേവിയർ പ്രോബ്ലം എന്നാണ് ഇതിൻ്റെ അകത്ത് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ദ പേരൻസ് ആൻഡ് ടീച്ചേഴ്സ് ഷുഡ് നോ ദ യൂഷ്വൽ ബിഹേവിയർ പ്രോബ്ലം ഓഫ് ചിൽഡ്രൻ ആൻഡ് അഡോപ്റ്റ് കറക്റ്റീവ് മെഷേഴ്സ്. അതായത് മാതാപിതാക്കളും അധ്യാപകരും എല്ലാവരും അല്ലെ, കുട്ടികളുടെ ഒരു സാധാരണ പെരുമാറ്റത്തിൽ നിന്നും എന്തെങ്കിലും വ്യത്യസ്തമായ പെരുമാറ്റങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അത് തിരുത്തുകയും, അവർ വേറൊരു രീതിയിലാണ് പെരുമാറുന്നതെന്നുണ്ടെങ്കിൽ അത് തിരുത്തുകയും അത് നല്ല രീതിയിൽ നയിക്കാനായിട്ട് പേരൻസ് അല്ലെങ്കിൽ ടീച്ചേഴ്സ് നല്ല രീതിയിൽ ശ്രദ്ധിക്കണമെന്നാണ് ഈ ഒരു ഇതിൻ്റെ അകത്ത് ഈ ബിഹേവിയർ പ്രോബ്ലത്തിനകത്ത് പറയുന്നത്. നല്ല കുട്ടികൾ നല്ല രീതിയിൽ പെരുമാറണം, എന്നാൽ മാത്രമേ അവർക്കൊരു ഫ്യൂച്ചറിൽ അവർ എങ്ങനെയാണ് ഒരു സമൂഹത്തിൽ അല്ലെങ്കിൽ ഒരു സമൂഹത്തിൽ പെരുമാറേണ്ടത്, നമ്മുടെ പേരൻസിനോട് ടീച്ചേഴ്സിനോട് ഏത് രീതിയിലായിരിക്കണം ബിഹേവ് ചെയ്യേണ്ടതെന്നൊക്കെ നമ്മളൊരു അവയർനെസ് ക്ലാസ് കുട്ടികൾക്കൊക്കെ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുകയും വളരെ ആവശ്യമാണ്. അപ്പം ഇനി എന്തൊക്കെയാണ് കുട്ടികളുടെ ബിഹേവിയർ പ്രോബ്ലം എന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഈറ്റിംഗ് അല്ലേ. ഈറ്റിംഗ് ഏത് രീതിയിലായിരിക്കണം? കഴിക്കുന്നത് നല്ലതാണ്, പക്ഷേ അമിതമായാൽ അത് ദോഷമാണ് അല്ലേ. അപ്പോൾ ഈറ്റിംഗ് എങ്ങനെയാണ്, അത് കഴിക്കേണ്ട കുറച്ച് രീതികളുണ്ട്. ഇപ്പോൾ നമ്മളൊരു സമൂഹത്തിൽ ചെന്ന് കഴിഞ്ഞാൽ, നമ്മളൊരു ഹോട്ടലിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ഒരു പാലിക്കേണ്ട കുറച്ച് മാനേഴ്സുകളുണ്ട് അല്ലേ. എങ്ങനെയാണ് ഫുഡ് കഴിക്കേണ്ടത്, ഇങ്ങനെ ചില കുട്ടികളുടെ ക്ലാസ്സിൽ കാണാമെന്നാണ് ഇങ്ങനെ ചോറൊക്കെ ഇങ്ങനെ പിരിവിരാന്നിട്ടിട്ട് അതുങ്ങൾ കഴിക്കും അല്ല. അപ്പോൾ ആ രീതിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ടീച്ചേഴ്സ് അത് പറഞ്ഞു കൊടുക്കണം. അങ്ങനെയല്ല കഴിക്കേണ്ടത്. ഓരോരോ കോർണറിന് എടുത്തിട്ട് നമ്മൾ നല്ല നല്ല നീറ്റായിട്ട് വേണം ഫുഡും കഴിക്കാനായിട്ട്. ചില കുട്ടികൾ കഴിക്കുന്നതുകൊണ്ടേ ദേഹം മൊത്തം പറ്റിച്ച്, അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ടീച്ചേഴ്സ് എന്ന രീതിയിൽ നമ്മൾ മാറ്റി കൊടുക്കണമെന്നാണ് ഇതിലൂടെ പറയുന്നത്. അപ്പോൾ എന്താണ് ഈറ്റിംഗ്? അപ്പോൾ ഈറ്റിങ്ങിലൂടെ ഇവർ പറയുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. ചിൽഡ്രൻ ഹു ഡു നോട്ട് ഫോളോ ദ ടേബിൾ മാനേഴ്സ് പേരൻസ് ബൈ അഡോപ്റ്റിംഗ് കറക്റ്റീവ് cursive method, table manners will be acquired by the children gradually. അതായത് ടേബിൾ മാനേഴ്സ് എന്താണെന്ന് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുകയും അല്ലെ, കുട്ടികൾ തന്നെ അത് ചെയ്യുകയും ആ രീതിയിൽ നല്ല രീതിയിൽ കുട്ടികൾക്ക് ടേബിളിൽ ഇരുന്ന് ഫുഡ് എടുത്ത് അല്ലെ, ടേബിളിൽ തന്നെ ഇരുന്ന് കുട്ടികളെ കൊണ്ട് ഫുഡ് കഴിപ്പിക്കാനായിട്ടുള്ള ശീലമൊക്കെ പാലിക്കുക. ഇപ്പം ഒരു 9 month 8 month കഴിയുമ്പോൾ തൊട്ട് തന്നെ എല്ലാ പേരൻസും, ഇപ്പോഴത്തെ ജനറേഷനിലെ പേരൻസ് എല്ലാം ഇപ്പം അവർക്ക് വേണ്ടിയിട്ടൊരു സ്പെഷ്യൽ ടേബിളൊക്കെ നമുക്കിപ്പോൾ ഓൺലൈനിലും അങ്ങനെയൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ അതേപോലെ നമ്മുടെ അടുത്തിരുന്ന് അവർക്കൊരു ടേബിൾ മാനേഴ്സ് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കേണ്ടതും ആവശ്യമാണ്. അതേപോലെ തന്നെ ദേ ഷുഡ് ഗീവ് ട്രെയിനിങ് ടു ടേക്ക് ഫുഡ് വെൻ എവർ ദേ ഹാംഗ്രി അല്ലേ. അവർക്കൊരു ട്രെയിനിങ് നമ്മൾ കൊടുക്കുക, എങ്ങനെയാണ് ഫുഡ് കഴിക്കേണ്ടത്, അവർക്ക് പരിശീലനം നല്ല രീതിയിൽ നൽകുകയും അല്ലേ. അവർ വിശക്കുമ്പോൾ അവർ തന്നെ എടുത്ത് കഴിക്കാനുള്ളൊരു രീതിയിൽ നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. അതേപോലെ തന്നെ ഇതിൻ്റെ അകത്ത് പറയുന്നത് മുമ്പും ശേഷവും ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഫുഡ് കഴിക്കുന്നതിന് മുമ്പും അത് കഴിഞ്ഞിട്ട് നമ്മൾ കൈ കഴുകുകയൊക്കെ വേണം അല്ലേ. അത് ഈറ്റിങ്ങിൻ്റെ ഒരു ഭാഗം കൂടിയാണ്. കൈ കഴിക്കുന്നതിന് മുമ്പും അതിന് ശേഷവും കൈ കഴുകുക എന്നുള്ളത്. ഇത്രയാണ് ഈറ്റിങ്ങിൽ പറയുന്നത്. അടുത്തതാണ് സ്ലീപ്പ്, ഉറക്കം അല്ലേ. ചില കുട്ടികൾ ഓവറായിട്ട് ഉറങ്ങും, ചില കുട്ടികൾ കുറച്ചുറങ്ങും അല്ലേ. ഉറങ്ങുന്നത് കുഞ്ഞു പിള്ളേരാണെങ്കിൽ അത് ഉറങ്ങുന്നത് നല്ലതാണ്, അവരുടെ ഡെവലപ്മെൻറ്റിന് നല്ല രീതിയിലൊരു ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാകാനായിട്ട് സാധിക്കും കുഞ്ഞു കുട്ടികളാകുമ്പോൾ. എന്താണെന്ന് നമുക്ക് നോക്കാം. ദ പേരൻ്റൽ ഇൻസിസ്റ്റൻസ് ഓൺ ഗോയിങ് ടു ബെഡ് ആൻഡ് ഗെറ്റിംഗ് ഔട്ട് ദ ബെഡ് അറ്റ് എ പർട്ടിക്കുലർ ടൈം വിൽ ഡെവലപ്പ് എ പഞ്ച്വാലിറ്റി എമംഗ് ദ ചിൽഡ്രൻ. അതായത് കുട്ടികൾക്ക് ഒരു സമയം നമ്മൾ നിശ്ചിതമായിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക. അത് ഭാവിയിലും അവർക്ക് ഗുണം ചെയ്യും. ഒരു നിശ്ചിത സമയത്ത് അവർക്ക് ഉറങ്ങുക അല്ലേ, അല്ലെങ്കിൽ നിശ്ചിത സമയത്ത് അവർ എഴുന്നേൽക്കുക, വേക്കപ്പ് ഇൻ ദ ബെഡ് അല്ലേ. അതൊക്കെ നമ്മൾ നല്ല രീതിയിൽ ഒരു പേരൻസ് നല്ല രീതിയിലൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണമെന്നാണ് ഈ സ്ലീപ്പിങ്ങിലൂടെ പറയുന്നത്. റെഗുലാരിറ്റി ഇൻ സ്ലീപ്പ് ഈസ് എ സൈൻ ഓഫ് ഗുഡ് ഹെൽത്ത്. അല്ലെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ ഉറക്കത്തിലെ ഒരു ക്രമം എന്ന് പറയുന്നത് നല്ല രീതിയിൽ, ഇപ്പോൾ ഒരു മനുഷ്യനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു വ്യക്തി അല്ലെങ്കിൽ ഹ്യൂമൻ ബീയിങ്ങിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 6 to 8 hours ഒരു പെർ ഡേ ഉറങ്ങിയിരിക്കണം അല്ല. എന്നാൽ മാത്രമേ അവർക്ക് നല്ല രീതിയിലൊരു ഡെവലപ്മെൻറ്റ് ഉണ്ടാവുകയുള്ളൂ. നമ്മുടെ കണ്ടിന്യൂസ്ലി ഒരു 24 hours നമ്മുടെ ബ്രെയിൻ കണ്ടിന്യൂസ്ലി വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ നമ്മളതിനും എന്ത് കൊടുക്കണം, ഒരു റിലാക്സേഷനൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. അതുകൊണ്ടാണ് ഉറക്കം. നല്ല രീതിയിൽ ഉറങ്ങിയില്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, ഗുഡ് ഹെൽത്ത് ആയിരിക്കില്ല. ചിലപ്പോൾ നല്ല രീതിയിൽ ഉറങ്ങുകയാണെങ്കിൽ നമുക്ക് നല്ല ഹെൽത്ത് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കുമെന്നാണ് ഇതിൻ്റെ അകത്ത് പറയുന്നത്. അടുത്തതാണ് സൈക്കോളജിക്കൽ പ്രോബ്ലംസ് ഇൻ സ്ലീപ്പ് ആർ
കുറച്ച് സൈക്കോളജിക്കലായിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് ഉണ്ട് കുട്ടികളുടെ രീതിയിൽ. ഉറക്കം പല രീതിയിലായിട്ടുണ്ട്. ചില കുട്ടികൾ ഉറക്കത്തിൽ കിടന്ന് സംസാരിക്കുന്നത് കാണാം, ചില കുട്ടികൾ ഉറക്കത്തിൽ നടക്കുന്നത് കാണാം, ചിലപ്പോൾ ചില കുട്ടികൾ ഉറക്കത്തിൽ മൂത്രം ഒഴിക്കുന്ന കുട്ടികളാകും. അങ്ങനത്തെ പല സിറ്റുവേഷൻസിലുള്ള കുട്ടികളുണ്ട്. അപ്പോൾ അതെന്താണ്, അതിനൊക്കെ എന്ത് പേരാണ് വിളിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. സൈക്കോളജിക്കൽ പ്രോബ്ലംസ് ഇൻ സ്ലീപ്പിംഗ് ആർ ഫസ്റ്റ് വൺ സോമനിലോക്കി. എന്താണ് പറഞ്ഞിരിക്കുന്നത്? സോമനിലോക്കി എന്ന് പറയുന്നത് സ്ലീപ്പ് ടോക്കിംഗ്, ഉറക്കത്തിൽ കിടന്ന് പിച്ചും പെയ്യും പറയും അല്ലേ, അതിനെയാണ് സോമനിലോക്കി എന്ന് നമ്മൾ പറയുന്നത്. ഉറക്കത്തിൽ കിടന്ന് അവർ നേരത്തെ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അവരിങ്ങനെ സംസാരിക്കുന്ന കുട്ടികളെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിനെയാണ് സോമനിലോക്കി എന്ന് പറയുന്നത്, അതായത് സ്ലീപ്പ് ടോക്കിംഗ്. അതേപോലെ നെക്സ്റ്റാണ് സോമനാബുലിസം. ഇത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, നിങ്ങൾ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടാകും. സോമനാബുലിസം അല്ലേ, സ്ലീപ്പ് വാക്കിംഗ്, ഉറക്കത്തിൽ എഴുന്നേറ്റ് നടക്കുന്ന സ്വഭാവങ്ങളുള്ള കുട്ടികളോ അല്ലെങ്കിൽ മുതിർന്നവരോ എപ്പോഴും ഉള്ളവരുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കുട്ടികളുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവരെ എന്ത് ചെയ്യുക, നമ്മളൊന്ന് കൺസൾട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും എന്നും കൂടി പറയുന്നുണ്ട്. അടുത്തതാണ് എൻട്രൂയിസിസ്. അതായത് ഇൻട്രൂയിസിസ് എന്ന് വെച്ചാൽ ബെഡ് വെറ്റിംഗ്, കിടക്കയിൽ മുള്ള എന്നൊക്കെ പറയും, കിടക്കയിൽ നനവ് എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ. അപ്പം ഇതെന്ന് പറയുന്നത് ഇതിൽ നിരവധി കുട്ടികൾക്കാണ് ഈ ഒരു പ്രശ്നമുള്ളത് അല്ലേ. ഈ എൻട്രൂസിസ് എന്ന് പറയുന്നത് പല കുട്ടികൾക്കും ഈ ഒരു പ്രശ്നമുണ്ട്. അതങ്ങനെ കണ്ടിന്യൂസ് ആണെങ്കിൽ ഒരു 7, 8, 9 ഇയേഴ്സൊക്കെ ആവുന്ന കുട്ടികൾക്ക് ഇത് പിന്നെയും കണ്ടിന്യൂസ് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ അത്യാവശ്യമായിട്ട് എന്ത് ചെയ്യണം, ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. അപ്പോൾ ഇത്രയാണ് സ്ലീപ്പിങ്ങിൻ്റെ സൈക്കോളജിക്കൽ പ്രോബ്ലംസ് എന്ന് പറയുന്നത്. അടുത്തതാണ് ടെമ്പർ ടാൻട്രം. എന്താണ് ടെമ്പർ ടാൻട്രം? കോപം എന്ന് പറയും അല്ലേ. നമുക്ക് നോക്കാം. ഇറ്റ് ഈസ് എ കൈൻഡ് ഓഫ് എപ്ലിസിറ്റ് മാനിഫെസ്റ്റേഷൻ വിച്ച് വിൽ കൂൾ ഡൗൺ ഇറ്റ് പ്രോപ്പർലി റെസ്പോണ്ടഡ്. അതായത് എന്താ, ഈ കഠിനമായ കോപം അല്ലെങ്കിൽ ടെമ്പർ ടാൻട്രം എന്നത് ഒരു അപസ്മാരത്തിൻ്റെ ലക്ഷണം കൂടിയാണ്, അല്ലെങ്കിൽ അപസ്മാരം ഉണ്ടെന്ന് കാണിക്കുന്നതും കൂടിയാണ് ഈ ഒരു കൂടുതൽ ദേഷ്യം വരുന്നതെന്നാണ് ഇവർ പറയുന്നത്. അത് നല്ല രീതിയിൽ നിയന്ത്രിക്കുകയും നല്ല രീതിയിൽ അത് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുകയും നമ്മൾ വേണം. ടീച്ചർ എന്ന നിലയിലായാലും ഒരു പേരൻ്റ് എന്ന നിലയിലായാലും കൂടുതൽ കോപം കാണിക്കുന്ന കുട്ടികൾ, ദേഷ്യം കാണിക്കുന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് അതിന് വേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കുക, അല്ലെ കൺട്രോൾ ചെയ്യുക, അവരൊന്ന് കൂൾ ഡൗൺ ആക്കി നിർത്താനൊക്കെ നമ്മൾ കൂടുതലായിട്ട് ശ്രമിക്കാം. അപ്പോൾ അതാണ് ടെമ്പർ ടാൻട്രം എന്ന് പറയുന്നത്. നെക്സ്റ്റാണ് അഗ്രഷൻ. എന്ന് വെച്ചാൽ എന്താണ്? അഗ്രസീവ് അല്ലേ. അഗ്രസീവ് എന്ന് വെച്ചാൽ നമ്മൾ പറയും ചില കുട്ടികൾ അഗ്രസീവാണ്, ആക്രമണശക്തരാണ് അല്ലേ. അപ്പോൾ എന്താണ് നമുക്ക് നോക്കാം. അഗ്രസീവ് ബിഹേവിയർ ഇൻ ചിൽഡ്രൻ ഈസ് ദി റിസൾട്ട് ഓഫ് ഫ്രസ്ട്രേഷൻ വിച്ച് പ്രൊഡ്യൂസ് ആങ്കർ ആൻഡ് ഒപ്പോസിഷൻസ് അല്ലേ. കുട്ടികൾ കൂടുതലായിട്ടും ആക്രമണശക്തരാകും. അതെന്തുകൊണ്ടിട്ടാണ്? അവർക്ക് ദേഷ്യം എളുപ്പത്തിലുണ്ടാകുന്നത് കൊണ്ടിട്ടാണ് അവർ പെട്ടെന്ന് അഗ്രസീവ് ആകുന്നത്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും അഗ്രസീവ് ആയിട്ടുള്ള കുട്ടികളാണെങ്കിൽ, ഇപ്പോൾ മറ്റു കുട്ടികളെ ഉപദ്രവിക്കുകയൊക്കെ ആണെങ്കിൽ അതിന് വേണ്ട കാര്യങ്ങളൊക്കെ അവരെ കൺസൾട്ട് ചെയ്യിക്കണമെങ്കിൽ കൺസൾട്ട് ചെയ്യിപ്പിക്കാം. ടീച്ചർ എന്ന നിലയിൽ നമ്മൾ കൗൺസിലിംഗ് കൊടുക്കണമെങ്കിൽ ആ രീതിയിൽ അങ്ങനെ നല്ല രീതിയിലൊരു കൗൺസിലിംഗ് കൊടുക്കണം എന്നാണ് ഈ അഗ്രസീവ് അല്ലെങ്കിൽ അഗ്രഷൻ്റെ അകത്ത് പറയുന്നത്. അടുത്തതാണ് നെഗറ്റീവിസം. എന്താണ് നെഗറ്റീവിസം? നെഗറ്റീവ് തിങ്കിങ് അല്ല. നെഗറ്റീവ് തിങ്കിങ് ഉള്ള കുട്ടികൾ നമ്മുടെ സമൂഹത്തിൽ കൂടുതലാണ്. പോസിറ്റീവായിട്ട് ഒരിക്കലും ചിന്തിക്കില്ല. നെഗറ്റീവായിട്ടുള്ള ഏത് കാര്യം പറഞ്ഞാലും അത് നെഗറ്റീവ് എന്ന രീതിയിൽ മാത്രമേ അവർ എടുക്കത്തുള്ളൂ. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് നോക്കാം. ചിൽഡ്രൻ ഹു മാനിഫെസ്റ്റ് നെഗറ്റീവിസം ഇൻ ദെയർ ബിഹേവിയർ ഓഫ്റ്റൻ ഡിസൊബീഡിയൻറ്റ് ടു ദ പേരൻസ് ആൻഡ് ടീച്ചേഴ്സ് ആൻഡ് ഷോ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ടു ദി അതോറിറ്റീസ് ആൻഡ് ജനറലി അക്സെപ്റ്റഡ് പ്രിൻസിപ്പിൾസ്. കുട്ടികളുടെ പെരുമാറ്റത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു നെഗറ്റീവിസം കാണുന്നുണ്ടെങ്കിൽ അത് ടീച്ചേഴ്സ് അല്ലെങ്കിൽ പേരൻസ് എന്ന നിലയിൽ അത് കുട്ടികൾ അനുസരണക്കേട് കാണിക്കുകയാണ് അല്ലേ. അവരെന്താ ചെയ്യുക? നെഗറ്റീവായിട്ട് നമ്മളത് നല്ല രീതിയിൽ പറഞ്ഞ് അവർ ആ നെഗറ്റീവ്നെസ്സൊക്കെ മാറ്റിക്കൊടുത്ത് നല്ല രീതിയിൽ അവരെ മുന്നോട്ട് നയിക്കുക. എന്നാൽ മാത്രമേ അവരുടെ ജീവിതം അല്ലെങ്കിൽ അവരുടെ ഫ്യൂച്ചർ നല്ല രീതിയിലാകാനായിട്ട് സാധിക്കത്തുള്ളൂ. അടുത്തതാണ് വിഡ്രോവൽ ടെൻഡൻസി, വിട്ടുകൊടുക്കൽ പ്രവണത എന്നൊക്കെ നമ്മൾ പറയും. കുട്ടികൾ വിട്ടുകൊടുക്കൽ പ്രവണതയുള്ള കുട്ടികൾ ചില കുട്ടികളെ ക്ലാസ്സിൽ കാണത്തുള്ളൂ. ഇപ്പം എനിക്കൊരു 2 മിഠായി ടീച്ചേഴ്സ് തന്നു, അതിൻ്റെ അകത്ത് ഒരെണ്ണം വേറൊരു കുട്ടിക്ക് കൊടുക്കാൻ ചില കുട്ടികൾക്ക് ഭയങ്കര കുശുമ്പായിരിക്കും അല്ലേ. അപ്പോൾ വിട്ടുകൊടുക്കൽ ടെൻഡൻസി എന്ന് പറയുന്നത്, വിഡ്രോവൽ ടെൻഡൻസി എന്ന് പറയുന്നത് ചില കുട്ടികൾക്ക് കുറവായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്ക് സം ചിൽഡ്രൻ ഹാവ് ടെൻഡൻസി ടു വിഡ്രോ ദംസെൽഫ് ഇൻ ദെയർ ഓൺ വേൾഡ് ആൻഡ് ഇമാജിനേഷൻ ആൻഡ് ഡ്രീമിങ്. അതായത് ചില കുട്ടികളുടെ സ്വന്തം ഭാവനയിലും അല്ലേ സ്വപ്നങ്ങളിലൂടെയൊക്കെ ലോകത്തിലൂടെയൊക്കെ സ്വയം പിൻവാങ്ങാനുള്ള പ്രവണത കുട്ടികൾ കൂടുതലായിട്ടും കാണിക്കാനായിട്ട് തുടങ്ങും. അപ്പോൾ എന്താണ് ഓൾറെഡി നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് വിഡ്രോവൽ ടെൻഡൻസി, നെഗറ്റീവിസം, അഗ്രഷൻ. അല്ലേ, അഗ്രഷൻ എന്ന് വെച്ചാൽ എന്താണ്?
ആക്രമണശക്തരാകുക, കുട്ടികൾ കൂടുതലായിട്ടും ആക്രമണശക്തരാകുക, ഉപദ്രവിക്കുക, അതേപോലെ നെഗറ്റീവ് തിങ്കിങ് ഉണ്ടാകും. എപ്പോഴും ഒരു കാര്യത്തെ പറയുമ്പോൾ പോസിറ്റീവായിട്ട് അവരെന്ത് ചെയ്യത്തില്ല, തിങ്ക് ചെയ്യത്തില്ല. എന്തിനും നെഗറ്റീവ്, നമ്മുടെ ക്ലാസ്സിലൊക്കെ കാണും അങ്ങനെയുള്ള കുട്ടികൾ, നെഗറ്റീവ് തോട്ട് മാത്രമേ അവർ ചിന്തിക്കത്തുള്ളൂ. അപ്പോൾ അതാണത്. അടുത്തത് വിഡ്രോവൽ ടെൻഡൻസി, വിട്ടുകൊടുക്കൽ പ്രവണത, അതേപോലെ ടെമ്പർ ടാൻട്രം, അതായത് കോപം വരുന്ന കുട്ടികളെ നമ്മൾ കൂടുതലായിട്ടും കാം ആൻഡ് ഡൗൺ ആക്കണം. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഇതൊരു അപസ്മാരം അല്ലെങ്കിൽ ഫിക്സൊക്കെ വരാനായിട്ടുള്ള സാധ്യതകൾ കൂടുതലാണെന്നാണ് പറയുന്നത്. അപ്പം ഇതേപോലെ തന്നെ സൈക്കോളജിക്കൽ പ്രോബ്ലംസ് എന്താണ്, സ്ലീപ്പിൻ്റെ സൈക്കോളജിക്കലായിട്ടുള്ള പ്രോബ്ലംസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ എന്താ പറയും? സോമനാബുലിസം, അതേപോലെ തന്നെ സോംനിലോക്കി, അതുപോലെ തന്നെ എൻറൂറിസിസ്. അതായത് സോംനിലോക്കി എന്ന് പറയുന്നത് സ്ലീപ്പ് ടോക്കിംഗ് ആണ്, മറ്റേ സോമനാബുലിസം സ്ലീപ്പ് വാക്കിംഗ് ആണ്, എൻറൂറിസിസ് എന്ന് പറഞ്ഞാൽ ബെഡ് ബൈറ്റിംഗ്, അതായത് കിടന്നു മുള്ളുക എന്നൊക്കെ നമ്മൾ വേണമെങ്കിൽ മലയാളത്തിൽ പറയാം. അതേപോലെ തന്നെ ഉറക്കം കുട്ടികളുടെ ഏറ്റവും അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്ന കാലത്തെ ഉറക്കം, കുട്ടികൾ നല്ല രീതിയിൽ ഉറങ്ങിയെങ്കിൽ മാത്രമേ അവർക്ക് നല്ല രീതിയിലിരുന്ന് പഠിക്കാനും പറ്റത്തുള്ളൂ, അല്ലേ, എഡ്യൂക്കേഷൻ എടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതേപോലെ തന്നെ ഈറ്റിംഗ് എന്ന് പറയുന്നത് നമുക്ക് നല്ല രീതിയിലുണ്ട്, ചീത്ത രീതിയിലുണ്ട്. ഓവറായിട്ട് ഈറ്റ് ചെയ്യരുത്, അല്ലേ, ഫുഡ് ഓവറായിട്ട് കഴിക്കുകയും ചെയ്യരുത്. ആവശ്യത്തിന് നമ്മുടെ ആരോഗ്യത്തിനനുസരിച്ചുള്ളത് മാത്രം നമ്മൾ കുട്ടികൾക്കും പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക. ചില അമ്മമാരെ കാണും, കുട്ടികൾക്ക് വായിൽ ശരിക്കും ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ ഇങ്ങനെ ഫുഡ് കൊടുത്തുകൊണ്ടേയിരിക്കും. അതൊക്കെ ഉള്ളത് ചീത്തയാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ക്ലാസ്സുകളിൽ കാണും. ഓവറായിട്ട് വെയിറ്റ് ഉള്ളവർ, ആ ഏജിനനുസരിച്ചുള്ള വെയിറ്റ് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ഈറ്റിങ്ങിൽ പറയുന്ന ടേബിൾ മാനേഴ്സ്, അല്ലേ, ഫസ്റ്റ് ഓഫ് ഓൾ ടേബിൾ മാനേഴ്സ് പഠിപ്പിച്ചു കൊടുക്കുക. ഒരു സമൂഹത്തിൽ തന്നെ ഒരു എവിടെയെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ കുട്ടിക്ക് അതൊന്ന് പാലിക്കണം. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ നല്ല രീതിയിൽ പറഞ്ഞു കൊടുക്കാനാണ് ഈ ഒരു ചാപ്റ്ററിലൂടെ പറയുന്നത്. ഇത്രയൊരു ചെറിയൊരു മൊഡ്യൂളാണ് ഈ മൊഡ്യൂൾ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, താങ്ക് യു.